നമസ്കാരം. ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് അയാളുടെ ഭരണം ഇനി എത്ര മോശമാണെങ്കിലും ശരി സ്വന്തം നാട്ടിൽ അയാൾക്ക് കൂവ് കിട്ടാറില്ല. സാധാരണഗതിയിൽ അങ്ങനെയാണ് കാണുന്നത്. സ്വന്തം നാട്ടുകാർക്കെങ്കിലും അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണല്ലോ എന്നുള്ള ഒരു പരിഗണനയെങ്കിലും കാണും. പക്ഷേ ഇവിടെ മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അതുകൂടാതെ ടൂറിസം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മരുമകനാണ്. പക്ഷേ അയാൾക്ക് അയാളുടെ നാടാണ് കോഴിക്കോട്. ആ കോഴിക്കോട് കിട്ടിയ ഒരു സ്വീകരണമാണ് ഇപ്പോൾ കണ്ടത്. അയാൾ അവിടെ ഒന്ന് കൈപൊക്കി കാണിച്ചതേ ഓർമ്മയുള്ളൂ. ആരാണ് ഈ കൂവി വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ദിവസമായിട്ട് നഴ്സുമാരൊക്കെ സമരത്തിലാണ്. UNA എന്നാണ് അവരുടെ അസോസിയേഷൻ്റെ പേര്. ഏതെങ്കിലും രാഷ്ട്രീയ ചായ്വുള്ള ഒരു സംഘടനയായിട്ടല്ല അതിനെ കൂട്ടുന്നത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഇടതിൻ്റെയോ വലതിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയോ സംഘടനയൊന്നുമല്ല. എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും എല്ലാ മതസ്ഥരുമൊക്കെ ഉള്ള ഒരു നഴ്സുമാരുടെ കൂട്ടായ്മ എന്നാണ് അത് പൊതുവെ പറയപ്പെടുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് വളരെ അപമാനകരമായിട്ടുള്ള ഈ ഒരു പ്രതികരണം കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇതിലെ ചില ഭാഗങ്ങൾ മാത്രം മുഹമ്മദ് റിയാസ് കട്ട് ചെയ്തെടുത്തിട്ട് തനിക്ക് കിട്ടിയ ആർപ്പുവിളിയാണ് എന്ന തരത്തിൽ ഒരുപക്ഷെ അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് കളയുമെന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഇത് അദ്ദേഹത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള കൂക്കിവിളിയാണെന്ന്. ആ കൂക്കിവിളിയാണ് എന്ന തരത്തിൽ തന്നെ മുഖ്യധാര മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് എന്നല്ല ഏതൊരു ഭരണാധികാരിക്കും ഒരു പാഠമാണ്. നല്ല ഭരണം കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കും. അല്ല എന്ന് അവർക്ക് ബോധ്യമായാൽ ഇതേപോലെ കൂക്കി വിളിക്കും. ഉദാഹരണമായിട്ട് ഈ സമരം നടക്കുന്ന വേദിയിലേക്ക് ഇതിനു മുമ്പ് പല രാഷ്ട്രീയ നേതാക്കളും പോയിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊക്കെ വളരെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. കോൺഗ്രസ്സുകാരും പോയിട്ടുണ്ടായിരുന്നു. അവർക്കും വലിയ കുഴപ്പമില്ലാത്ത സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. പക്ഷേ ഇടതുപക്ഷത്തെ മുഹമ്മദ് റിയാസ് ആ വേദിയിലേക്ക് പോവുകയല്ല, ആ വഴിയെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ തുറന്ന ജീപ്പിൽ പോകുമ്പോൾ കൈപൊക്കി കാണിച്ചതിനാണ് ഈ പ്രതികരണം കിട്ടിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ എത്രമാത്രം ഈ സർക്കാരിനെതിരെ ജനവികാരമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയായിട്ട് കാണാം. ഒരുപക്ഷേ മുഖ്യമന്ത്രി ചെന്നാലും സമാനമായിട്ടുള്ള പ്രതികരണമായിരിക്കും അവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണിത്. ഞാൻ ഇന്ന് തന്നെ മുൻ വീഡിയോയിൽ മറ്റൊരു ദൃശ്യം കാണിച്ചിരുന്നു. ധർമ്മടം എന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ BJP അവിടെ ഒരു മെഗാ അദാലത്ത് സംഘടിപ്പിക്കുന്നു. ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയാണ് BJP എന്ന് ഓർക്കുക. പക്ഷേ ആ പാർട്ടിയോട് പരാതി പറയാൻ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയാൻ ആ ഒരു പ്രതീക്ഷയോടുകൂടി ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ ആ അദാലത്തിൽ പങ്കെടുക്കാൻ പോയത്. മിക്കവർക്കും വെള്ളമില്ല, കക്കൂസില്ല, വീടില്ല, വന്യമൃഗങ്ങളുടെ ശല്യം, അങ്ങനെ നിരവധി അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ അദാലത്തിൽ പോയത്. ഓർക്കുക, ഒരു MLA പോലുമില്ലാത്ത പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. അതും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള ധർമ്മടത്ത്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം പാടെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ ഓരോ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രബുദ്ധരാണ്, നവോത്ഥാന നായകരാണെന്നൊക്കെയാണ് പറഞ്ഞ് നമ്മളെ പൊക്കി വെച്ചിരിക്കുന്നതെങ്കിലും ആ പ്രബുദ്ധതയിൽ കുറച്ച് കുറവ് വരുത്താൻ മലയാളികൾ തീരുമാനിച്ചതായിട്ട് വേണം ഇത്തരം ചില കാഴ്ചകൾ കാണുമ്പോൾ. ശ്രീനിവാസൻ പറയുന്ന പോലെ അത്രയും പ്രബുദ്ധരായിട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നടക്കില്ല. കുറച്ച് പ്രബുദ്ധതയൊക്കെ വിട്ടുകളഞ്ഞാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നടക്കൂ എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ കിണറ്റിലെ തവള എന്നത് ഒരു പ്രയോഗമാണ്. ആ തവള കിണറ്റിന് വെളിയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ സത്യം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. എന്തായാലും മുഹമ്മദ് റിയാസ് എന്ന കേരളത്തിൻ്റെ ഒരു മന്ത്രി, വെറും മന്ത്രിയല്ല, മുഖ്യമന്ത്രിയുടെ സ്വന്തം മരുമകൻ കൂടിയാണെന്ന് ഓർക്കുക. മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം ചെയ്തിരിക്കുന്ന വ്യക്തി കൂടിയാണെന്ന് ഓർക്കുക. ആ ഒരു അർത്ഥത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ട്. ആ വ്യക്തിക്കാണ് ഇന്നിപ്പോൾ വളരെ അപമാനകരമായിട്ടുള്ള ഒരു പ്രതികരണം ഈ നഴ്സുമാരുടെ കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതൊരു പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു വികാരം തന്നെയാവാനാണ് സാധ്യത. ഇത്തരം പ്രതികരണങ്ങളൊക്കെ കൂടി വരികയാണെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇതുപോലുള്ള നേതാക്കളുടെ മുന്നോട്ടുള്ള പ്രയാണം കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ലോക ചരിത്രം നമ്മളുടെ അടുത്ത് പരിശോധിച്ചാൽ തോറ്റു കഴിയുമ്പോൾ ജനങ്ങൾ ഓടിച്ചിട്ടടിച്ചിരിക്കുന്ന ഒരു കൂട്ടർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടർ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരിലുണ്ട്. അത് ബംഗാളിലും അങ്ങനെയായിരുന്നു, ത്രിപുരയിലും അങ്ങനെയായിരുന്നു. ത്രിപുരയിൽ അവർ തോറ്റതിന് ശേഷം അവർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കുറേ കാലം അവർ കാട്ടിൽ തന്നെയായിരുന്നു ഒളിവിൽ കഴിഞ്ഞത്. പിന്നീട് ജനങ്ങളുടെ ആ ഒരു അരിശമൊക്കെ മാറിയതിന് ശേഷമാണ് പതുക്കെ അവർ തിരിച്ച് നാട്ടിലേക്കൊക്കെ വന്നത്. ബംഗാളിൽ അവിടുത്തെ അവസ്ഥ കുറച്ചുകൂടി പരിതാപകരമായിരുന്നു. അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പൊറോട്ട അടിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ഓടി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് ലോകത്തെ എല്ലായിടത്തും ഈ കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളിൽ നിന്ന് നേരിടുന്ന ഒരു പ്രതികരണം. അവർ ഭരണമുള്ള സമയത്ത് അധികാരം വെച്ചിട്ട് അടക്കി ഭരിക്കാൻ ശ്രമിക്കും. ഭരണം അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് ജനങ്ങൾ കയറി മേയുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ അതിൻ്റെ ചില തുടക്കങ്ങൾ മാത്രമായിരിക്കും.